ആഴ്ചകളുടെ വെടിനിർത്തലിനൊടുവിൽ ഇറാൻ UAEക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു. മെയ് 4-നും 5-നുമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും UAEക്ക് നേരെ ഏകപക്ഷീയമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നത്. ഇറാന്റെ പ്രകോപനപരമായ ആക്രമണം മേഖലയെ കൂടുതൽ യുദ്ധ ഭയാശങ്കയിലേക്ക് നീക്കുകയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇത്രയധികം ഭീഷണികൾ ഉണ്ടായിട്ടും ഇറാൻ അങ്ങോട്ട് ആക്രമണത്തിന് തുടക്കം കുറിച്ചു എന്നത് അവിശ്വസനീയമാണ്. 12ഓളം മിസൈലുകളും 3 ക്രൂയിസ് മിസൈലും 4 ഡ്രോണുകളും അയച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. പല മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞുവെങ്കിലും ചിലത് താഴെ പതിച്ച് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഫുജൈറയിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ വലിയ തീപിടുത്തമുണ്ടാവുകയും അവിടെ ജോലി ചെയ്തിരുന്ന 3 ഇന്ത്യൻ പൗരന്മാർക്ക് പരിക്കുപറ്റുകയും ചെയ്തിരിക്കുന്നു. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ UAEക്ക് നേരെ ഏകദേശം 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 2200-ഓളം ഡ്രോണുകളും ഇറാൻ തൊടുത്തുവിട്ടതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏപ്രിൽ 8-ന് ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മെയ് ആദ്യവാരത്തോടെ ഇറാൻ ഇത് ലംഘിച്ച് വീണ്ടും ആക്രമണം തുടങ്ങുകയായിരുന്നു. ഇപ്പോൾ ഇറാനെ ചൊടിപ്പിച്ചത് ഹോർമുസിലേക്ക് അമേരിക്കൻ പടക്കപ്പൽ കടന്നുകയറാൻ ശ്രമിച്ചതും UAE ഇസ്രായേലുമായി അബ്രഹാം ഉടമ്പടിയിലൂടെ കൂടുതൽ അടുത്തതുമാണ്. ഇറാനെതിരെ UAE നടത്തിയ ചില പ്രസ്താവനകളും ഇതിന് ഹേതുവായിട്ടുണ്ട്. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായാൽ ഇറാനെ നിലം പരിശാക്കുമെന്ന് ട്രംപ് ഭീഷണി മുടക്കിയിട്ടുണ്ട്. പക്ഷെ ട്രംപിന്റെ ഭീഷണികളെ വകവെക്കാതെ സഖ്യരാജ്യമായ UAE ആക്രമിച്ചിട്ടും ട്രംപ് പ്രതികരിക്കാത്തത് ആശ്ചര്യമുളവാക്കുന്നുണ്ട്.